നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. മുൻ വ്യവസായ മന്ത്രിയും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ EP ജയരാജനാണ് ഇന്ന് അതിഥി. സ്വാഗതം. സ്വാഗതം. മന്ത്രിപദമേറ്റ് 5 മാസം തികയുന്നതിന് മുൻപ് രാജിവെച്ചൊഴിയേണ്ടി വന്നു. പിണറായി വിജയൻ മന്ത്രിസഭയിലേക്ക് ഇനി തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയുണ്ട്. ആ ചോദ്യം ഇപ്പോൾ ഒരു പ്രസക്തിയില്ലാത്തതാണ്. ഒരു വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്. ആ വിജിലൻസ് അന്വേഷണത്തിൽ കുറ്റവിമുക്തനാക്കപ്പെടുമെന്ന് പ്രതീക്ഷ ഉണ്ടാകുമല്ലോ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിനെ സംബന്ധിച്ചെല്ലാമുള്ള കാര്യം അവ്യക്തമാണിപ്പോഴും. പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പലതും തെറ്റായിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളീ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഇക്കാര്യത്തിൽ താങ്കൾ നിയമസഭയിൽ നടത്തിയ വിശദീകരണത്തിൽ ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ച് സുതാര്യമായി ആണ് ഈ നിയമനം നടത്തിയത് എന്ന് ഊന്നിപ്പറയുകയുണ്ടായി. അങ്ങനെ കാര്യങ്ങൾ ശരിയായി ചെയ്തു എങ്കിൽ എന്തുകൊണ്ടാണ് പിന്നെ രാജിവെക്കേണ്ടി വന്നത്? ഞാൻ രാജിവെച്ചത് ഈ മാധ്യമങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട് കേരളത്തിൽ. ഞാൻ അന്ന് നിയമസഭയിൽ പ്രസംഗിക്കുമ്പോൾ തന്നെ അത് പറഞ്ഞു. 2 ആഴ്ചക്കാലം ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളിൽ വേറെ എന്തെങ്കിലും വാർത്തയുണ്ടായിരുന്നു? ഏത് തരം വാർത്തകളിലും എന്നെ പരാമർശിച്ചുകൊണ്ട് എന്നെ കാണിച്ചുകൊണ്ടുള്ള വാർത്തകളല്ലാതെ വല്ലതുണ്ടായിരുന്നു? രാപ്പകലില്ലാതെ പ്രക്ഷേപണമല്ലേ ഏതാണ്ട് എല്ലാ ചാനലുകളിലും. 2 ആഴ്ചക്കാലമാണ്. അച്ചടി മാധ്യമങ്ങൾ എടുത്താൽ ആ അച്ചടി മാധ്യമങ്ങളിൽ മുഴുവൻ 2 ആഴ്ചക്കാലം വേറൊരു വാർത്തയില്ല. ഞാൻ അപ്പോഴാലോചിച്ചൊരു കാര്യമാണ്, ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചപ്പോൾ പോലും ഇങ്ങനൊരു വാർത്തയൊന്നും ഈ മാധ്യമങ്ങളൊന്നും കൊടുത്തില്ലല്ലോ. പിന്നെ ഇപ്പോഴെന്താ ഇത്രമാത്രം ഒരു പ്രശ്നം? ശരി, പക്ഷേ അപ്പോൾ ഈ മാധ്യമങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു പ്രത്യേക സ്ഥിതിവിശേഷമുണ്ട്. ആ സ്ഥിതിവിശേഷത്തിൽ എൻ്റെ പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും സംശുദ്ധമാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്നിൽ നിക്ഷിപ്തമാണ്. ഞാൻ ആ ദൗത്യം നിർവഹിച്ചു. പക്ഷേ അങ്ങനെ മാധ്യമങ്ങളുടെ താളത്തിനൊത്തു തുള്ളേണ്ട പാർട്ടിയാണോ CPIM? താങ്കൾ പറയുന്നു വ്യവസായ വകുപ്പിൽ നിന്ന് മാറണം എന്നത് മാഫിയ സംഘത്തിൻ്റെ ആവശ്യമായിരുന്നു എന്ന്. അങ്ങനെ മാഫിയ സംഘം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് നിവർത്തിച്ചു കൊടുക്കേണ്ട പാർട്ടിയാണോ CPIM? അത് CPIMനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ധാരണ തികച്ചും ശരിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് അങ്ങനെ ഒരു മാഫിയ സംഘത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങുന്ന പാർട്ടിയല്ല. പക്ഷേ ഞാൻ എൻ്റെ പാർട്ടിയെ സംരക്ഷിക്കാനും എൻ്റെ ഗവൺമെൻറ്റിന് കളങ്കമേൽക്കാതിരിക്കാനും ഞാനൊരു നിലപാട് സ്വീകരിക്കാൻ അപ്പോൾ നിർബന്ധിതനാണ്. ആ നിലപാട് ഞാൻ സ്വീകരിച്ചു. മാഫിയകൾക്ക് എന്നെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇനിയും കഴിയില്ല എന്ന് താങ്കൾ ഉറപ്പിച്ചു പറയുകയുണ്ടായി. മാഫിയകൾ അവരുടെ സർവ്വസന്നാഹവും എടുത്ത് പുറപ്പെട്ടു എന്ന് താങ്കൾ പറയുകയുണ്ടായി. അങ്ങനെ ഒരു ഘട്ടത്തിൽ വ്യവസായ മന്ത്രിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന സമീപനമല്ലേ പാർട്ടിയും സർക്കാരും സ്വീകരിക്കേണ്ടത്? പാർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതുകൊണ്ടല്ലേ ഞാനിപ്പോഴും ഈ കേരളത്തിൻ്റെയും രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ. അതാണ് പാർട്ടി. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ശരിയായി നിരീക്ഷിക്കാനും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു ശരിയായ നിലപാട് സ്വീകരിക്കാനും ഏറ്റവും തത്വാധിഷ്ഠിതവും പ്രായോഗികവുമായ നിലപാടുകൾ സ്വീകരിക്കാനും കഴിവും പ്രാപ്തിയും തൻ്റെ ഇടത്തുമുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. അത് പാർട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ താങ്കളെ ആ നിലയ്ക്ക് പാർട്ടി മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ടോ? താങ്കളുടെ വേർഷൻ ശരിയാണെങ്കിൽ മാഫിയകൾ സ്വാധീനിക്കാൻ കഴിയില്ല EP ജയരാജനെ എന്ന് ഉറപ്പായപ്പോൾ അവർ രണ്ടും കൽപ്പിച്ച് ചില കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് താങ്കളുടെ ഭാഷ്യം. അതെന്തുകൊണ്ടാണ് പാർട്ടി വിശ്വസിക്കാതിരുന്നത്? അല്ലെങ്കിൽ പാർട്ടി അതിനനുസരിച്ചുള്ള സമീപനം സ്വീകരിക്കാത്തത്? പാർട്ടി വിശ്വസിക്കുന്നതോ വിശ്വസിക്കാത്തതോ അല്ല ഇവിടുത്തെ പ്രശ്നം. ഈ 2 ആഴ്ചക്കാലം ഉണ്ടായിട്ടുള്ള ഈ പ്രളയത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിങ്ങൾക്ക് ആ പ്രളയത്തിൽ നിന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് എന്താ? ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പലർക്കും തോന്നിയിട്ടുള്ള തോന്നൽ എന്തോ ഒരു ഭയങ്കര ഭൂകമ്പമായിരുന്നല്ലോ. ആ ഭൂകമ്പത്തിൻ്റെ ലക്ഷ്യം ഞാൻ മനസ്സിലാക്കുന്നു. ആ നിലപാട് ഞാൻ സ്വീകരിക്കുന്നു. ആ നിലപാടാണ് ശരിയെന്നുള്ളതാണ് ഇപ്പോഴും എൻ്റെ പൂർണ്ണ ബോധ്യം. അങ്ങനെയാണെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ എന്തുകൊണ്ടാണ് EP ജയരാജൻ്റെ തെറ്റ് സ്പഷ്ടമാണ്, അത് അദ്ദേഹം തുറന്നു പറഞ്ഞു എന്ന് പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ എല്ലാ കാര്യങ്ങളും പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ജയരാജൻ പാർട്ടിയോട് ഞാൻ രാജിവെക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പാർട്ടിയോട് പറഞ്ഞു. എനിക്ക് അനുവാദം തരണമെന്ന് പാർട്ടിയോട് അഭ്യർത്ഥിച്ചു. പാർട്ടി അനുമതി കൊടുത്തു. അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്.
അല്ല, അദ്ദേഹം പറഞ്ഞത് താങ്കൾ തെറ്റ് സമ്മതിച്ചു എന്നാണ്. വ്യവസായ അദ്ദേഹം പറഞ്ഞതിൻ്റെ ആശയങ്ങളുടെ അടിത്തട്ടിലേക്ക് പോകാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം തന്നെ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞങ്ങളിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യമുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമമെങ്കിൽ ഞങ്ങൾ കൂടുതൽ ഐക്യത്തോടും സാഹോദര്യത്തോടും കൂടി ചിന്തിച്ച് പ്രവർത്തിച്ചു വരുന്നവരാണ്. പക്ഷേ ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ ഇ.പി. ജയരാജനെ സംരക്ഷിക്കാനോ ഇ.പി. ജയരാജൻ്റെ ഒപ്പം നിൽക്കാനോ ആരും തയ്യാറായില്ല പാർട്ടിക്കകത്ത് എന്ന സങ്കടമുണ്ടോ? അത് നിങ്ങൾക്കുണ്ടായേക്കാം, എനിക്കത് തോന്നിയിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിവാദമുണ്ടായ ആദ്യ ദിവസം തന്നെ പരിചയസമ്പന്നനായ ഒരാളാണ് അവിടെ വരേണ്ടത്, എനിക്കറിയില്ല, അത് പരിശോധിക്കും എന്ന് പറയുന്നു. തീർച്ചയായും അദ്ദേഹം പറയേണ്ട ഏറ്റവും ഉന്നതമായ ഒരു മറുപടി തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പ്രതികരണം ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്, പാർട്ടി ഇക്കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു പരിശോധന നടത്തും എന്നുള്ളതായിരുന്നു. തീർച്ചയായും ഒരു ഘട്ടത്തിലും അദ്ദേഹം മുഖ്യമന്ത്രിയോ കോടിയേരി ബാലകൃഷ്ണനോ ഇ.പി. ജയരാജനെ സംരക്ഷിക്കാനോ ഇ.പി. ജയരാജനെ ഷീൽഡ് ചെയ്യാനോ നിന്നിട്ടേയില്ല. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ മുഖ്യമന്ത്രി ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു പാർട്ടിയിൽ നേതൃത്വത്തിൻ്റെ ചുമതലയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള പ്രത്യേകതയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഏറ്റവും ശരിയായിട്ടുള്ള നിലപാട് പ്രതികരിച്ചു. അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാനും അതിനെ ദുരുപയോഗപ്പെടുത്താനുമാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം വൃഥാവിലാകും. ഇ.പി. ജയരാജനെ എത്രയോ വർഷമായി ഏറ്റവും അടുത്തറിയാവുന്ന ആളാണ് പിണറായി വിജയൻ, അതുപോലെ തന്നെയാണ് കോടിയേരി ബാലകൃഷ്ണൻ. പക്ഷേ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ അതിൽ ഇ.പി. ജയരാജനായിരിക്കും ശരിയെന്ന് അവർക്ക് തോന്നാത്തത് എന്താണ്? അദ്ദേഹം തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ആരും. തെറ്റ് സമ്മതിച്ചു എന്ന് പറഞ്ഞു കോടിയേരി ബാലകൃഷ്ണൻ. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഗുരുതരമായ ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞു പിണറായി വിജയൻ. തീർച്ചയായും അത് അല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ഈ രാജ്യത്തുണ്ടാക്കിയിട്ടുള്ള പ്രളയം എത്ര വലിയ ഗൗരവമുള്ള പ്രശ്നമാണ്. അത് കാണാതെയാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അല്ല, അക്കാര്യത്തിൽ താങ്കൾ പറഞ്ഞു താങ്കൾക്ക് അകത്തുനിന്നും പുറത്തുനിന്നും, രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഭീഷണി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ചില പൊതുമേഖലാ സ്ഥാപനങ്ങളെ പുനരുദ്ധരിക്കാൻ ശ്രമിച്ചപ്പോൾ ചിലർ വളയം വെച്ചു എന്ന് പറഞ്ഞു. ആരാണ് ഭീഷണിപ്പെടുത്തിയത്? എന്തിനാണ് ഇവർ ഇത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത്? ആരൊക്കെയാണെന്ന് പറയണ്ടേ? എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പറയാൻ സമയമായിട്ടില്ല. അതിനെല്ലാം ഓരോ ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളിൽ ഞാൻ ഓരോ കാര്യങ്ങളുമായിട്ട് തന്നെ ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കും. വ്യവസായ വകുപ്പിൽ ശുദ്ധീകരണ നടപടികൾ തുടങ്ങിയത് ആരെയെങ്കിലും പ്രകോപിപ്പിക്കുകയും അവർ താങ്കൾക്കെതിരെ ഒരു നിലപാടെടുക്കുകയും അതിൻ്റെ ഫലമായി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയും ചെയ്തതാണെങ്കിൽ ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്, പാർട്ടി പൂർണ്ണമായും താങ്കൾക്കൊപ്പം നിൽക്കണ്ടേ? മന്ത്രിസഭാ അംഗങ്ങളും നിൽക്കണ്ടേ? മന്ത്രിസഭാ തലവനും നിൽക്കണ്ടേ? എല്ലാവരും നിന്നിട്ടുണ്ടല്ലോ. എല്ലാവരും നിന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്. നിയമവും ചട്ടവും അനുസരിച്ച് സുതാര്യമായി യോഗ്യതയുള്ള ആളെയാണ് നിയമിച്ചത് എന്ന് വിശദീകരിച്ചു. പക്ഷേ റിയാബിൻ്റെ മാനദണ്ഡങ്ങൾ, റിയാബ് വിജ്ഞാപനം ചെയ്ത് പരസ്യപ്പെടുത്തിയ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ആളാണ് KSIയുടെ MD സ്ഥാനത്തേക്ക് വന്നത്. അത് നിയമനാധികാരി, റൂൾസ് ഓഫ് ബിസിനസ് അനുസരിച്ച് വ്യവസായ മന്ത്രിയാണ് എന്ന് പറയാം. പക്ഷേ ബാക്കിയുള്ള പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും പാലിക്കപ്പെട്ട വ്യവസ്ഥകൾ ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. അവിടെ ഒരു തെറ്റില്ല എന്ന് ഇപ്പോഴും വിശ്വസിക്കുകയാണ്. 41 പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. അവിടെ ഓരോ സ്ഥാപനവും പറഞ്ഞിട്ട് ആളുകൾ നിശ്ചയിച്ചതല്ല. പിന്നെ റിയാബിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, ഇവിടെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി അല്ല റിയാബ്. ഞാൻ ചുമതലപ്പെടുത്തിയതാണ്. റിയാബിന് ഇതനുസരിച്ച് 2000 പേരുടെ അപേക്ഷ ലഭിച്ചു. അവർ 39 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ നിന്ന് 6 പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചത്. ബാക്കി നിയമനങ്ങളൊക്കെ ആ ലിസ്റ്റിന് പുറത്തു അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. ഒരറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. അവർ തന്നിരിക്കുന്ന ഷോർട്ട് ലിസ്റ്റ് വെച്ചുകൊണ്ട് അവരിന്ന സ്ഥലത്ത് നിന്ന ആളുകളെന്ന് പറയാനല്ല, അവർ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി തന്നു. ഓരോ സ്ഥാപനത്തിൻ്റെയും പ്രത്യേകത വെച്ചുകൊണ്ട് പരിഗണിക്കപ്പെടേണ്ട ലിസ്റ്റ്, ആ ലിസ്റ്റിൽ നിന്ന് ഏറ്റവും ന്യായമായ നിലയിൽ പരിശോധിച്ചുകൊണ്ടാണ് 17 സ്ഥാപനങ്ങളിലെയും ആളുകളെ നിയമിച്ചത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ MDമാരായിരിക്കാൻ റിയാബ് നിശ്ചയിച്ചിട്ടുള്ള അല്ലെങ്കിൽ പരസ്യപ്പെടുത്തിയിട്ടുള്ള യോഗ്യത MTech അല്ലെങ്കിൽ MBA, 45 മുതൽ 55 വയസ്സ് വരെ പ്രായം, 15 വർഷത്തെ പ്രവൃത്തി പരിചയം, അതിൽ 5 വർഷം സ്വതന്ത്ര ചുമതല, ഇവയൊന്നും പാലിക്കാത്ത ഒരാളെയാണ് KSIയുടെ MD ആയി താങ്കൾ നിർദ്ദേശിച്ചത് പ്രകാരം നിയമിച്ചത്. KSIയിൽ MD ഒന്നും ഈ ഇതിന് MTechും BTechും ഒന്നും ആവശ്യമില്ല. അതാണ് നിയമനത്തിലുള്ള ഈ ഒരു സ്ഥാപനം മാത്രമല്ല, ഇതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ കുറേ സ്ഥാപനങ്ങളുണ്ട്. ചിലതിന് ആളേ ഇല്ല പാനലിൽ. അത് നോക്കില്ലേ, 6-8 സ്ഥാപനങ്ങളിൽ
പാനലിൽ ആളില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു നിയമനം നടത്തുമ്പോൾ എം ഡിക്ക് വിജിലൻസ് ക്ലിയറൻസ് ആവശ്യമില്ലായിരുന്നോ? എന്തുകൊണ്ടാണ് അത് ഉണ്ടാകാതെ പോയത്? ഇതിന് ശേഷം താങ്കൾ പങ്കെടുത്ത അവസാന മന്ത്രിസഭാ യോഗമാണല്ലോ പിന്നെ മുൻപുണ്ടായിരുന്ന ആ മാനദണ്ഡം ഒരിക്കൽ കൂടി ആവർത്തിക്കേണ്ടി വന്നത്. നിങ്ങൾ ഈ ബഹളം കൂട്ടിയതിന് ശേഷമാണ് അത് തീരുമാനിച്ചത്. അതെ, ബഹളത്തിന് ശേഷമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. എം ഡിയുടെ നിഗമനത്തിൽ യഥാർത്ഥത്തിൽ ഇതിന് എംഡെക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ടെക്നിക്കൽ യോഗ്യതയുടെ പ്രശ്നമില്ല. അവിടെ നിശ്ചയിക്കുമ്പോൾ, അവിടുത്തെ എം ഡിനെ നിശ്ചയിക്കുമ്പോൾ ഗ്രാജുവേറ്റ് മാത്രമായിരുന്നു, ഡിഗ്രിക്കാരൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനാണ് ഇത് മോഡിഫൈ ചെയ്ത് എല്ലാം ഏറ്റെടുത്ത് കുറേ കൂടി മെച്ചപ്പെടുത്താനുള്ള ശ്രമം നടത്തിയത്. KSIയുടെ എം ഡി സ്ഥാനത്ത് PK സുധീറിനെ നിയമിക്കാനെടുത്ത തീരുമാനത്തിൽ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന വാദത്തിൽ അങ്ങ് ഉറച്ചു നിൽക്കുകയാണ്. എനിക്ക് പറയാനുള്ള കാര്യം നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എടുത്തുള്ള എല്ലാ നിയമനങ്ങളും വളരെ വളരെ കറക്റ്റാണ്. അത് കേരളത്തിലെ പൊതുമേഖലാ വ്യവസായം നടത്തിക്കാൻ പ്രാപ്തിയുണ്ടോ? 21 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടോ? അതതിൻ്റെ യോഗ്യത. ഒരു സ്ഥാപനം നടത്താൻ നിങ്ങൾ എത്ര ബിരുദമുണ്ടായിട്ടും കാര്യമില്ല. സ്ഥാപനം നടത്തിക്കാൻ ഒരു പവർഫുൾ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഡിഗ്രി ഉള്ളതുകൊണ്ട് നിയമിക്കില്ല. ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് നിയമനം നടത്തിയിട്ടുള്ളത്. ശരി, അങ്ങനെയാണെങ്കിൽ KSI എം ഡി സ്ഥാനത്ത് അടുത്ത ബന്ധുവിനെ നിയമിച്ചത് തെറ്റായി പോയി എന്ന് തുറന്ന് സമ്മതിച്ചു EP ജയരാജൻ സെക്രട്ടേറിയറ്റിൽ നിന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതോ? അതിന് അദ്ദേഹത്തോട് നിങ്ങൾക്ക് ബാക്കി കാര്യം ചോദിച്ചോളൂ. എന്നാൽ ബാക്കി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതൊക്കെ പറയും, അതാണ് നല്ലത്. ശരി, ഇവിടെ മുഖ്യമന്ത്രി അറിയാതെ ഇങ്ങനെ ഒരു നിയമനം നടക്കുമോ എന്ന് പ്രതിപക്ഷം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ഈ നിയമനത്തിൽ മുഖ്യമന്ത്രിയുടെ റോൾ എന്താണ്? മുഖ്യമന്ത്രിക്ക് ഇതിൽ ഒരു റോളുമില്ല. ഈ പ്രതിപക്ഷം ചോദിക്കുന്നതൊക്കെ യഥാർത്ഥത്തിൽ അറിഞ്ഞുകൂടാത്തത് കൊണ്ടോ അറിഞ്ഞിട്ട് അറിയായ്മ നടിക്കുന്നത് കൊണ്ടാണ്. ഇത് മുഖ്യമന്ത്രി കാണണമെന്നില്ല. അല്ല, നോക്കൂ, റൂൾസ് ഓഫ് ബിസിനസ് പാരഗ്രാഫ് 34(1)(3)(b) അനുസരിച്ച് MD നിയമനം സംബന്ധിച്ച ഫയലുകൾ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുൻപ് മുഖ്യമന്ത്രി കാണേണ്ടതാണ്. ഏത് ചട്ടത്തിൽ? റൂൾസ് ഓഫ് ബിസിനസ് അനുസരിച്ച്. റൂൾസ് ഓഫ് ബിസിനസ്സിൽ അങ്ങനെ ചട്ടം പറയുന്നില്ല. ഇല്ലാത്ത ചട്ടം ആരും ഉദ്ധരിക്കില്ലല്ലോ. ഇല്ല, ആരും ഉദ്ധരിച്ചത്? പ്രതിപക്ഷം ഉന്നയിച്ചത് അബദ്ധമാണ്, തെറ്റാണ്. പ്രതിപക്ഷം ഉന്നയിച്ചത് അതാ ഞാൻ പറഞ്ഞു. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിശ്ചയിക്കാനുള്ള റൂൾസ് അനുസരിച്ച് ഈ സ്ഥാപനങ്ങൾ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് പൂർണ്ണ അധികാരം ആ വകുപ്പിൻ്റെ മിനിസ്റ്റർക്കുണ്ട്. താങ്കളുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങിയത്. ആ ഫയലിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി പോൾ ആന്റണി ഈ ഫയലുകൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കേണ്ടതാണെന്ന് കുറിപ്പെഴുതിയിട്ടില്ലേ? മറ്റൊരു അബദ്ധം പറഞ്ഞതാണ്. ഇന്നാൾ എഴുതിയിട്ടില്ല, ഇന്നാൾ എഴുതിയിട്ടുണ്ടെന്നുള്ളത് എൻ്റെ മുന്നിൽ. ഞാനൊരു മിനിസ്റ്റർ എന്ന നിലയിൽ എന്താ ചെയ്യേണ്ടത്? അത് കൃത്യമായി ഭരണഘടനയ്ക്കും നയങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായിട്ടേ ചെയ്തിട്ടുണ്ട്. അല്ല, അങ്ങ് ചെയ്യാനുള്ളത് അങ്ങ് ചെയ്തു, ഉദ്യോഗസ്ഥർ ചെയ്യാനുള്ളത് ഉദ്യോഗസ്ഥർ ചെയ്യും. അങ്ങനെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ടെങ്കിൽ ചീഫ് സെക്രട്ടറി അങ്ങനെയൊന്നല്ല എഴുതിയത്. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഫയൽ മുഖ്യമന്ത്രിക്ക് പോയിട്ടുണ്ടാകില്ല. ഈ ഫയലുകളിൽ പലതും പോകും, ചിലത് പോകാതിരിക്കുന്ന ഫയൽ പോകില്ല. ഇത് എവിടെ നിന്നോ ഓഫീസിൽ പോയി ഒരു ഫയൽ കൊടുത്തുകൊണ്ടത് ഇതിൻ്റെ അകത്ത് പണ്ട് മുഖ്യമന്ത്രിയിൽ കാണുന്നത് ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടൊന്നും നിയമം ചട്ടമാവില്ല. ഈ പ്രോസസ്സ് വളരെ ക്ലിയറാണ്. ഈ പ്രോസസ്സിൽ ഒരു തെറ്റുമില്ല. എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ളതാണ്.